ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ. ಮಂಚು ರಾಹತಲ್ಲಿ ಮಂಚು ನಾನು ಅಸ್ರಫ್ ಉಸ್ತಾದ್ ಗೊತ್ತಾಯ್ತಾ. പിന്നെന്ത് ചൊന്നിങ്ങ ಮಂಚು ನಾನೂರು ಬಾರಿ ಇವರು ಕುಡುಕಲು ಕುಡುങ്ങിರೆ ನಂಡೆ ನಾನು ಅಗ കിട്ടുമ്പത്തുಗು ನಿವೃತ್ತಿ ಇಲ್ಲ ಅಂಟು ನಾನು ಲೋನ್ എടുത്തിರಿ ചെന്നിങ്ങ ആകെ പാതിൽ ബാക്കി ആവിടും ചൊന്ത് ആൾമാരിൽ ചൊന്നാറ് എനിക്ക് ലോൺ കിട്ടറല്ലോ ഉസ്താ വർഗ ജാഗല്ലേ എന്താവല്ല നിങ്ങൾ ലോൺ എടുക്കോറും അങ്ങനെ ബാങ്കുമായിട്ടുള്ള ഒഴിവാട്ട് വേണ്ട ചൊന്ത് എൻ്റെ മനസ്സിൽ ಇಂತು പിന്നെ ചൊല്ലുമ്പത്തേക്കല്ലോ ഓർക്കത്ത് ആകെ ആവിടെങ്കിൽ ആവട്ട് പിന്നെ ആക്കടെപ്പ ചൊന്ത് അങ്ങനെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ പഴയ ಬೂಳ ಕೈಡು പഴയ ಅವತ್ತಲು ಏನು ಅದರ ರಿಪೇರಿ ಆಕಡೆ വേണ്ട ചൊಂತೆಲ್ಲ പുതിയത് കെട്ടിത്ത് അത് ഞങ്ങൾ ലോൺ എടുത്തത് വലിയ. അസ്സലാമു അലൈക്കും. വളരെ വേദനയോടെയാണ് ഞാൻ ഈ കാര്യം പങ്കുവെക്കുന്നത്. ഈ ഒരു ഉസ്താദിൻ്റെ സ്കൂട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. മംഗലാപുരത്തുള്ള അഷ്റഫ് മാലിക് എന്ന് പേരുള്ള ഒരു 45 വയസ്സുള്ള ഒരു ഉസ്താദ്. ആ ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ. അറ്റുനോറ്റുണ്ടാക്കിയൊരു വീട്, ആ വീടിൽ സന്തോഷം പോലെ ഒന്ന് കയറിയിരുന്ന് സ്വപ്നം പോലെ മക്കളോടൊപ്പം ആ വീട്ടിൽ കഴിയാളൊരു ആയുസ് അല്ലാഹു നൽകിയില്ല. അല്ലെങ്കിൽ ആ ആയുസിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ ഈ ഉസ്താദിന് കഴിഞ്ഞില്ല. വലിയ സങ്കടം തോന്നിയത് കഴിഞ്ഞ ദിവസം ഈ ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഉസ്താദിനെ കുറിച്ച് വിവരമൊന്നുമില്ല. ഭാര്യ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് ഉസ്താദിനെ കണ്ടവരുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു പുഴയുടെ അടുത്തുള്ള പാലത്തിന് മുകളിൽ ഉസ്താദിൻ്റെ ഇരുചക്ര വാഹനം, ഈ ഒരു വാഹനം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അതോടുകൂടി വീട്ടുകാരാകെ തകർന്നുപോയി. അന്വേഷണത്തിൽ പിറ്റേ ദിവസം ആ പുഴക്ക് താഴെന്ന് ഈ ഉസ്താദിൻ്റെ ജീവനറ്റ ശരീരം കണ്ടെത്തിയത്. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ വീടിന് വേണ്ടി ഒരുപാട് EMI ഒക്കെ എടുത്തിട്ട് ഒരുപാട് കടബാധ്യതകൾ. ഇത് മാത്രമല്ല, മൂപ്പരെ ജോലി നഷ്ടപ്പെട്ടു. പാവം ഒരു മദ്രസാധ്യാപകനായിരുന്നു. വേറൊരു മദ്രസയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് MSR, ആ സംഘടന, ഈ സംഘടന, പല സ്ഥലങ്ങളിലും ജോലി സ്ഥിരത പോലും ഇല്ലാത്ത ഒരുപാട് ഉസ്താദുമാരുണ്ട്. നമ്മൾ കാണുന്നൊരു ജീവിതമല്ല പലപ്പോഴും പലരുടെയും. അങ്ങനെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ, തൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ആലോചന, പടച്ചോനെ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയും മക്കളെയും പോറ്റും? കടക്കാരെ മുന്നിൽ ഞാൻ അവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേടുണ്ട് എന്നുള്ള ഉള്ളിൽ തോന്നിയപ്പോൾ ഒരു നിമിഷം മനസ്സ് പതറിപ്പോയിട്ട് എടുത്തൊരു തീരുമാനമാവാം. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്. പലരും ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ പലരും പറഞ്ഞു ഇത് പാടില്ല എന്ന് പറയുന്ന ഉസ്താദ് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയൊരു കാര്യമാണ്. അതിനെ നമ്മൾ വലിയ പർവ്വതീകരിച്ചിട്ട് എന്താ പറയുക, അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റഹ്മത്തും റഹീമിനെയല്ലേ നമ്മൾ പറയേണ്ടത്. അള്ളാഹു ഗഫൂറാണ്, പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അതിൽ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഒരു ജോലി നഷ്ടപ്പെട്ടൊരു ഉസ്താദ് ജോലിയില്ലാതെ പല സുഹൃത്തുക്കളോടും തൻ്റെ ഈ സങ്കടങ്ങൾ പങ്കുവച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു മദ്രസയിലോ മറ്റൊരു ജോലി കിട്ടണം. മദ്രസയിൽ എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ് ചുരുങ്ങിയതൊരു സാലറി സാധാരണ. ഒരു പക്ഷേ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു സംഘടനയുടെ ഭാഗം അല്ലെങ്കിൽ പ്രത്യേകിച്ച് MSR ഇല്ലെങ്കിൽ ഇങ്ങനെ നിസാര കാരണങ്ങൾ പറഞ്ഞ് ജോലി നഷ്ടപ്പെടുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതും പോരാഞ്ഞിട്ട് ചില മദ്രസകളിലൊക്കെ കുറഞ്ഞ വർഷങ്ങൾ, 1 വർഷം 2 വർഷം കഴിഞ്ഞവർ ഉസ്താദുമാരെ മാറ്റും. എന്തെങ്കിലും ഒരു കാരണങ്ങൾ കണ്ടെത്തുക. അങ്ങനെ ഒരു സത്യത്തിൽ സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ജോലി സ്ഥിരതയില്ലാത്തൊരു വർഗമായിട്ട് മാറി. പിന്നെ വേറൊന്ന്, ഈ മദ്രസയിലെ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ മദ്രസ മാത്രമല്ല, ലോകത്ത് ഒരുപാട് ജോലികൾ വേറെ ഉണ്ട്. ഞങ്ങൾ തൊപ്പിയിട്ടവരാണ്, മതം പഠിച്ചവരാണെന്ന് പറഞ്ഞ് വേറെ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഓട്ടോ ഓടിക്കുന്ന എത്ര ഉസ്താദുമാരുണ്ടെന്ന് അറിയോ? എൻ്റെ നാട്ടിൽ തെങ്ങ് കയറാൻ പോകുന്നൊരു ഉസ്താദുണ്ട്. തെങ്ങ് കയറാൻ പോകുന്ന ബിരുദമുള്ളൊരു ഉസ്താദ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സുപ്രഭാതം പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ വാർത്ത കൊടുത്ത ഒരാളാണ്. അദ്ദേഹം അത് കഴിഞ്ഞാൽ തെങ്ങ് കയറാൻ പോകും, വീടാന്തരം അദ്ദേഹം തൻ്റെ തൊഴിൽ കണ്ടെത്തുന്നു. ഇളനീര് വെട്ടാൻ പോകുന്ന ആളുകളുണ്ട്. നമ്മളങ്ങനെ മാറി ചിന്തിക്കണം. ഒരു പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നില്ല. ഇത്രയും കടങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയ ഒരു വീട്ടിൽ അത്രയേറെ താമസിക്കണം എന്ന് ആഗ്രഹിച്ചു പോയി. ഇത് 2-3 കാര്യങ്ങളൊന്നും നമ്മളിത് പ്രാർത്ഥിക്കാം. അള്ളാഹു അഷ്റഫ് മാലിക് എന്ന പേരുള്ള 45 വയസ്സുള്ള ഉസ്താദിന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ.
ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൈകൊള്ളാനുള്ളൊരവസരവും തൗഫീക്കും അള്ളാഹു കൊടുക്കണം, അതും പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഉസ്താദുമാരുടെ ലൈഫ് ഒന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ ഉസ്താദുമാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മദ്രസ ടൈം കഴിഞ്ഞാൽ ചില ആളുകൾ പള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിലോ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് മറ്റൊരു വരുമാന സോഴ്സ് നിർബന്ധമായിട്ടും കണ്ടെത്തണം. അവർ പള്ളിയിൽ പഠിക്കുമ്പോൾ വെറും സാധാരണ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പള്ളിയിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു അറബി കോളേജിൽ പഠിക്കുന്നു, അവർക്കൊരു കൈത്തൊഴിലില്ല, അവർക്കറിയില്ല. ആകെ ഈ ഒരു കിതാബ് ഓതി പഠിച്ച് എന്നല്ലാതെ അവർ ഇറങ്ങിയിട്ട് അവർ ഈ സൊസൈറ്റിക്ക് ഓരോ ദിവസവും എത്ര ഉസ്താദുമാരാണ് ബിരുദം വാങ്ങി ഇറങ്ങുന്നത്. അതോടൊപ്പം ഒരു കൈത്തൊഴിൽ പഠിക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കതൊരു ജീവിതത്തിൽ ഈ ജോലി എന്ന് പറഞ്ഞതിന് ഇന്ന ജോലി മിച്ചം ഇന്ന ജോലി വലിയ പുണ്യമുള്ളത് പുണ്യമില്ലാത്തത് അങ്ങനെ ഒരു ജോലിയൊന്നുമില്ല. നമ്മൾ കള്ള് വാങ്ങി വിൽക്കാനല്ലല്ലോ പോണത്. അപ്പോൾ ആ രീതിയിൽ മാറി ചിന്തിക്കാനും കൂടി നമ്മൾ ഉപകരിക്കണം. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോർട്സ് നേരത്തെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അധിക്ഷേപവുമായിട്ട് വന്നു. MSR അതില്ലാത്തത് കൊണ്ടാണ്. MSR ഒക്കെ ഓരോരുത്തർ നിബന്ധന വെക്കുന്നതൊക്കെ ഭൗതികമായ താല്പര്യത്തിനാണ്. ഒരു പക്ഷേ അവരുടെ രീതികളിൽ ഈ രീതികളിലൊക്കെ എന്തായിരിക്കണം, ഒരു സുതാര്യത ഉണ്ടാവണം എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ അങ്ങനെ ആവട്ടെ. പക്ഷെ ഒരാൾക്ക് ജോലി മനഃപൂർവ്വം തടയാനത് ഇടവരരുത്. ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പുകളെ കുറ്റം പറഞ്ഞതൊന്നുമല്ല. പിന്നെ പലരും ഉസ്താദുമാരിങ്ങനെ ചെയ്യുമോ? മനുഷ്യരാണ് എല്ലാവരും. ആ ഒരു തലയിലൊരു നീണ്ട തലപ്പാവ് തൊപ്പിയോ ഒരു വെള്ള ഡ്രസ്സോ താടിയോ ഉണ്ട് എന്നുള്ളൂ. എല്ലാ മനുഷ്യരും ആരാണ്? സാധാരണ മനുഷ്യരാ. പള്ളിയുടെ ഉള്ളിൽ ജീവനൊടുക്കിയ ആളുകളുണ്ട്. പള്ളിയുടെ ഉള്ളിൽ ഇപ്പം നിങ്ങളെന്താ പറയുക, പള്ളിയുടെ ഉള്ളിൽ ജീവനൊടുക്കിയ സ്വയം ജീവനൊടുക്കിയ ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പുതുമുള്ളതല്ല, നമ്മളത് കേട്ട് ശീലമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മദ്രസയിലൊക്കെ ഉള്ള ഉസ്താദുമാരുടെ ലൈഫൊക്കെ പലപ്പോഴും ഒരു പരിതാപകരാവസ്ഥയിലാണെങ്കിൽ അവർക്കൊരു താൽക്കാലിക പരിഹാരമായിട്ട് കാശ് കൊടുക്കുക എന്നുള്ളതല്ല, ജോലിക്ക് അവരെ പ്രേരിപ്പിക്കുക. അവർ കൃത്യമായുള്ളൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് അവർ പോവുക. മദ്രസയിൽ എപ്പോഴേ ഉണ്ടാവുക? 9:30 വരെ മദ്രസ ഉണ്ടാവും. അതിനുശേഷമാണ് പൊതുവെ ഏത് ജോലിയും തുടങ്ങാം. ഒരു വസ്ത്രക്കട നിന്നാൽ തന്നെ അത്യാവശ്യം കുറച്ച് കാശ് കിട്ടും, വലിയ ഭാരമില്ല. അപ്പോൾ അതൊന്നൊരു നാണക്കേടായിട്ട് വിചാരിക്കേണ്ടതില്ല. എന്തായാലും ഈ ഒരു അഷ്റഫ് മാലിക്കി എന്ന് പേരുള്ള ഈ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തുള്ള ആ ഭാഗത്താണ് മലയാളികൾപ്പെട്ട ഒരാൾ തന്നെയാണ്. നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് പേരുള്ള സ്ഥലത്താണ്. ഒരു സുബഹിൻ്റെ നേരത്ത് കാണാതായ ഉസ്താദിനെ പിന്നീട് കണ്ടെത്തുന്നത് ഈ രീതിയിലാണ് എന്നറിയുമ്പോൾ അത് നമ്മുടെ കൂടെ നമ്മുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കോടികൾ വിലയുള്ള സംവിധാനങ്ങളുണ്ട്, പള്ളിയുണ്ട്, അവിടെ മനമുട്ട് AC ഉണ്ട്. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ, ആ കാഴ്ച പരിമിതിയുള്ളൊരു ഭാര്യയും അവരുടെ ഭർത്താവും 2 മക്കളുമായിട്ട് എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും കാരിച്ചെന്ന് ഒന്നും കിട്ടാതെ ഒടുവിൽ പുഴയിൽ ചാടി ജീവനൊടുക്കിയ വളരെ വേദനിക്കുന്നൊരു വാർത്ത നമ്മുടെ കേരളം കേട്ടിട്ട് ദിവസങ്ങളായിട്ടില്ല. അതിനിടയിലാണ് ഒരു പാവം ഉസ്താദ് ഇത് ചെയ്യേണ്ടി വന്നത്. അള്ളാഹു ഗഫൂറാണ്. ഞാൻ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ്. നമ്മളൊരിക്കലും ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട. അങ്ങനെ അത് പറയാൻ കാരണം സമാന സാഹചര്യത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ കൈപ്പിടിക്കാൻ ശ്രമിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഉസ്താദിനെ പേഴ്സണലായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ കാസർഗോഡൊക്കെ മംഗലാപുരത്തുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ഉസ്താദിനെ അറിയുമായിരിക്കാം. ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഉസ്താദുമാർ ഈ വീഡിയോ പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ ഷോർട്സ് ഇട്ടത് ശരിയായില്ല, അത് നിങ്ങൾ ഉസ്താദുമാരെ കുറിച്ച് അങ്ങനെ പറയും. ഉസ്താദുമാർ അല്ലെങ്കിൽ ഉസ്താദ് വക്കീലന്മാരെന്നുള്ളതല്ല, അടിസ്ഥാനപരമായിട്ട് ഇവരൊക്കെ സാധാരണ മനുഷ്യരാണെന്നുള്ളതാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരാളുടെ പ്രശ്നം പറയുന്നത് മറ്റൊരാൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ പറയുന്നത് നമുക്കത് പാഠമാവാൻ വേണ്ടിയിട്ടാണ്. ആ നിലക്കാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെയൊക്കെ കടങ്ങൾ മാറ്റി സന്തോഷമുള്ള മനസ്സമാധാനമുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പരസ്പരം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക.